ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ. എന്തൊക്കെയാ നിങ്ങളുടെ വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് അറബികളുടെ ഇഷ്ട വിഭവങ്ങളിൽ ഒന്നായിട്ടുള്ള തൽബീനയാണെന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്. പിന്നെ അതിൽ ഞാൻ മധുരമൊന്നും വേറെ ആയിട്ട് കൂട്ടുന്നൊന്നുമില്ല. പിന്നെ അതേപോലെ ഇത് വെയിറ്റ് കൺട്രോൾ ചെയ്യാനും അതേപോലെ തന്നെ കൊളസ്ട്രോളും ഷുഗറൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനൊക്കെ വളരെ നല്ലതാണ് ഇത് കഴിക്കുന്നത്. അപ്പൊ ഞാൻ അതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് എടുക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. തൽബീന ഉണ്ടാക്കാനുള്ള സാധനങ്ങള് ഞാനിവിടെ 1/2 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. നമ്മൾ എത്ര കൊണ്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പാലൊക്കെ എടുത്തോളാം കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് ഒരു 10 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ചെറുതാക്കിയിട്ട് കണ്ടില്ല, ഇങ്ങനെ കട്ട് ചെയ്ത് ചെറുതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ ബാർലി എടുത്തിട്ടുണ്ട്. പിന്നെ ബദാം ഇതേപോലെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് വെച്ചിട്ടുണ്ട്, അതും ഞാൻ ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ പട്ട പൊടിച്ചിട്ട് നൈസാക്കിയിട്ടുള്ള പൊടിയെടുത്ത് ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ തൽബീന ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. അപ്പൊ നമുക്ക് ഇതിന് ആദ്യം തന്നെ ഈ ബാർലി ഉണ്ടല്ലോ, അതൊന്ന് പൊടിച്ചു കൊണ്ടുവരാം. അതല്ല നമ്മൾ ബാർലിയുടെ പൊടിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതെടുത്തോളാം. ഞാനിവിടെ ബാർലി ആയിട്ട് തന്നെയാണ് ഇങ്ങനെ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്, കണ്ടില്ലേ? ഇനി ഇതൊന്ന് ഞാൻ പൊടിച്ചു കൊണ്ടുവരട്ടെ. ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാത്രത്തില് ആ പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ പാലൊന്നും ഇങ്ങോട്ട് തിളച്ച് വരട്ടെ. അത് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഈ ബാർലിയുടെ പൊടി ഉണ്ടല്ലോ, ഞാനിത് ബാർലി പൊടിച്ച് വെച്ചിട്ടുണ്ട്. ആ പൊടിച്ച് വെച്ച പൊടി നമുക്കൊന്ന് ഒരു ലേശം പാലിൽ കലക്കി കൊടുക്കാം. നേരിട്ടിട്ട് നമ്മൾ ഇതിലിട്ടിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് കട്ട കുത്തിന്ന് വരും. അപ്പൊ അത് വേണ്ടല്ലോ. അപ്പൊ നമുക്ക് കുറച്ച് പാല് ഇതൊന്ന് എടുത്തിട്ട് ഇത് നമുക്ക് ഈ പാത്രത്തിലാക്കിയിട്ട് ഒന്നിട്ട് കലക്കി കൊടുക്കാം. ഇത്രയും പൊടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പാല് ഇവിടെ തിളച്ച് വരുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ, തീ നല്ല സ്ലോക്കി കൊടുക്കാം കേട്ടോ. അങ്ങനെ കലക്കി വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ ആ ബാർലിയുടെ പൊടി, അത് നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അതങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അത് ഇളക്കണതിൻ്റെ ഒപ്പം തന്നെ ഒന്നും ഇങ്ങോട്ട് കുറുകി വന്നാല് നമുക്ക് ഈ ഈത്തപ്പഴം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒന്നും ഇങ്ങോട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഈത്തപ്പഴം നമ്മളിങ്ങനെ ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ടല്ലോ, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതും കൂടി കിടന്നിട്ട് ഒന്നിങ്ങോട്ട് വെന്ത് വരട്ടെ. ഒന്ന് വെന്ത് കുറുകി വരട്ടെ. നമുക്കിത് നന്നായിട്ട് ഒന്നിങ്ങോട്ട് ഇളക്കി കൊടുക്കുകയും ചെയ്യാം. അങ്ങോട്ട് കുറുകി വരട്ടെ. നമ്മളിതിൽ മധുരം ഒന്നും ഇടുന്നില്ല, പഞ്ചസാര അങ്ങനെ ഒന്നും ഇടുന്നില്ല കേട്ടോ. ഈ ഈത്തപ്പഴത്തിന്റെ മധുരവും ഒക്കെ തന്നെയുള്ളൂ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മേലെ കുറച്ച് തേന് വേണ്ടവർക്ക് വേണമെങ്കിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒന്നുകൂടി കുറുകി വരട്ടെ. നന്നായി ഒന്ന് കുറുകി വരുന്നുണ്ട്. ഒന്നും കൂടി ഇങ്ങോട്ട് കുറുകിക്കോട്ടെ. ഒന്നും കൂടി ഇങ്ങോട്ട് കുറുകിയാല് ഞാനിത് വാങ്ങി വെക്കിയത്. നമുക്കിത് ഇങ്ങോട്ട് ഓഫാക്കാം. ബാർലിയും പാലും ഈത്തപ്പഴം കൂടിയിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് കണ്ടില്ലേ, ഇതേപോലെ ഇങ്ങോട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കപ്പാണെന്നുണ്ടെങ്കിൽ കപ്പിലേക്ക് ഒഴിക്കണ്ട. ഞാൻ ഇങ്ങനത്തെ ഒരു പാത്രത്തിലേക്കാണ് ഒഴിച്ചിരിക്കണത്. കണ്ടില്ലേ, ഒഴിച്ചു കൊടുത്തു. ഞാൻ പാത്രത്തിലേക്ക് കൂടി ഒഴിക്കല്ലേ. ഇനി നമുക്കിതില് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കറുവപ്പട്ട ഇങ്ങനെ നൈസാക്കി പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞാൻ ചെറിയ അരിപ്പയിൽ അരിച്ചതാണ്. അത് നമുക്ക് അതിന്റെ മേലെ ഒന്ന് ചെറുതായിട്ട് ഒന്നാണ്ട് ഇട്ട് കൊടുക്കാം.
വേണ്ട, അത്രയും മതി കേട്ടോ. അതൊന്നങ്ങോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് നട്ട്സ് ഞാൻ പറഞ്ഞില്ലേ, ബദാം കുറച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പും. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് വേറെ നട്ട്സുകൾ എന്താ ഉള്ളത് വെച്ചാൽ ഒക്കെ ഇട്ട് കൊടുക്കാട്ടോ. ഞാനിവിടെ ഇത് 2 എണ്ണം ഇട്ടിരിക്കണത് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഞാനിവിടെ ഈത്തപ്പഴം തന്നെ അതിന്റെ മേലെ ഒന്നും കൂടി വെക്കുന്നുണ്ട്. അതല്ല പിന്നെ തേന ഒഴിച്ചിട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേന ഒഴിച്ചാൽ ഒന്നും കൂടി ഒരു ടേസ്റ്റ് ആയിട്ട് വരും കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിവിടെ ബദാം തന്നെ അല്ല എന്താ പറയാ ഈത്തപ്പഴം തന്നെ ചെറുതാക്കി നുറുക്കിയിട്ട് ഞാൻ അതിന്റെ മേലെ അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി മധുരം നമുക്ക് വേണം എന്നുള്ളവർക്ക് ആവും ചെയ്തു. കണ്ടില്ലേ, ഒന്നും കൂടി ഞാൻ ബാക്കിയുള്ളത് ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ ബദാം ഇട്ട് കൊടുത്തു, അതേപോലെ അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ തേന ഒഴിച്ചാല് തേന വേണ്ടവർക്ക് തേന ഒഴിച്ചിട്ടും കഴിക്കാന്ന്. ഇതിൽ ഞാൻ തേന ഒഴിച്ചിട്ടാണ് ഒന്ന് വെക്കുന്നത്. മൂന്ന് പാത്രത്തിൽ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ തൽബീന ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാനും പറ്റും, ദേഹത്തിന് വളരെ നല്ലതുമാണ് കേട്ടാ. അപ്പൊ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളോ. അപ്പൊ നമ്മൾ ഏതായാലും ഉണ്ടാക്കിയതല്ല, ഞാനൊന്ന് കഴിച്ചു നോക്കാം. കണ്ടില്ല, ഇതേപോലെയാണ് ഇതിരിക്കണത്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിക്കോളോട്ടാ. പിന്നെ ഷുഗറും ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ മധുരം ഇട്ടിട്ട് വേണമെങ്കിൽ കഴിക്കാം. അപ്പൊ അതാ ഞാൻ ഒന്നിൽ മാത്രം തേന ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ടല്ലോ, ബാക്കിയുള്ളതിൽ ഞാൻ തേന ഒഴിച്ചിട്ടില്ല, ഈത്തപ്പഴം മാത്രമാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.